എല്ലാ സർവേയർ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. നമ്മൾ ഈ മാസം തുടക്കത്തിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. സർവേയർ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുന്ന വ്യത്യസ്തമായ PSC എക്സാമുകൾക്ക് വേണ്ടി മുൻകൂട്ടി തയ്യാറാകുന്നതിന് വേണ്ടി നമ്മളൊരു കോഴ്സ് വിൻസെന്ററിന്റെ നേതൃത്വത്തിൽ സിവിൽ ഈസി പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായിട്ട് 2025 നവംബർ 1 മുതൽ ആരംഭിക്കുന്നു എന്നുള്ളൊരു അനൗൺസ്മെന്റ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആരംഭിക്കുന്നു എന്നല്ല, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് മുൻകൂട്ടി പഠിക്കാനുള്ള താല്പര്യമുണ്ടോ എന്നായിരുന്നു ഞാൻ അതിനകത്ത് ചോദിച്ചിരുന്നത്. അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോമും ഫില്ല് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് തന്നിരുന്നു, താല്പര്യമുള്ളവരെ താല്പര്യം അറിയിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഒരു 100ഓളം പേർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ, 100ഓളം പേരെങ്കിലും ജോയിൻ ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മളത് തുടങ്ങുന്നുള്ളൂ എന്നും ഞാൻ പറഞ്ഞിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇതിനകം തന്നെ 132 പേരാണ് താല്പര്യം അറിയിച്ചിരിക്കുന്നത്. അപ്പൊ എത്രമാത്രം താല്പര്യത്തോടു കൂടെയാണ് നമ്മളൊരു സർക്കാർ സർവീസിനെ കാണുന്നത്, സർവേ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ. അവർക്ക് അത്രയും പ്രതീക്ഷയാണ്. അപ്പൊ അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത വിധത്തിൽ നമുക്ക് നല്ലൊരു കോഴ്സ് നടത്തേണ്ടതായിട്ടുണ്ട്. സമയം വൈകിക്കരുത്. നവംബർ 1 മുതൽ തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. ഈ ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോ എങ്ങനെ നിങ്ങളിലേക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും, കണ്ടന്റ് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചു പോകണം, അതാത് ദിവസം പഠിച്ചു പോകണം. അപ്പൊ നല്ലൊരു പ്ലാനിങ്ങോട് കൂടെ തന്നെ ഞാൻ അത് തയ്യാറാക്കിയിട്ടുണ്ട്. ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഒരല്പം ലോങ് ആയേക്കാം. അപ്പൊ ഈ വീഡിയോ കാണേണ്ടത് ITI സർവേയർ കഴിഞ്ഞിട്ടുള്ള സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിലെ എക്സാം, KWAയിൽ വരുന്ന എക്സാം, അതുപോലെ ട്രേഡ്സ്മാൻ പോലെയുള്ള സർവേയർ പോലെയുള്ള എക്സാമുകൾ, അങ്ങനെയുള്ള എക്സാമുകൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. മറ്റൊന്ന്, നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നത് ഉടനടി സർവേ ആൻഡ് റെക്കോർഡ്സിലെ പുതിയ എക്സാം വരുമെന്നോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലെ സർവേയർമാർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന എക്സാം വരുമെന്നോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും എനിക്കില്ല. എപ്പോൾ വരും, എങ്ങനെ വരും, എന്ത് വരും, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. എന്റെ ഭാഗം ഒന്നേ ഉള്ളൂ, ഏതൊരു എക്സാം എപ്പോൾ വന്നാലും നമ്മൾ എഴുതാൻ റെഡി ആയിട്ടിരിക്കണം. കാരണം ഇപ്പോൾ PSCയുടെ രീതി അനുസരിച്ച് പെട്ടെന്ന് എക്സാം വരാം. വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സാമും വരും. പഠിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പോൾ വളരെ മുൻകൂട്ടി പഠിച്ച് റെഡി ആയിട്ടിരിക്കുക. നമുക്കറിയാം, നമ്മൾ ITI കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ സമയം എടുത്ത് പഠിക്കുന്നതാണ് നല്ലത്. ഒരു ദിവസം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് അത് നീറ്റായി പഠിച്ച് നല്ലതുപോലെ റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടിരിക്കുക. പിന്നെ എക്സാം എപ്പോൾ വേണമെങ്കിലും വരട്ടെന്ന്, അപ്പോൾ നമ്മൾ റെഡി ആയിട്ടിരിക്കുക. അതുവരെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ കോഴ്സിനെ കുറിച്ച് നല്ല അറിവുണ്ടാകണം, തെറ്റിദ്ധരിക്കപ്പെടരുത് എന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഇതൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാമായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. മെമ്പർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മന്ത്ലി ഫീ അടച്ചാൽ മതിയാകും. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും പഠിക്കാൻ കഴിയണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു 6 മാസം കൊണ്ട് നമ്മുടെ സിലബസ് മുഴുവൻ പഠിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളത്. സിലബസ് നമ്മൾ ബേസിക് ആയിട്ട് എടുക്കുന്നത് കഴിഞ്ഞ തവണ നടന്ന സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിന്റെ സിലബസ് ആണ്. PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള സിലബസ് ആണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ അതേ സിലബസ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം PSC കാലകാലങ്ങളിൽ ഏതാണോ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്തും. എന്നാൽ നിലവിലൊരു ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ആ ഒരു സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമുക്കറിയാം, ITI ലെവലിലുള്ളതൊക്കെ മെയിനായിട്ട് നിമി ബേസ്ഡ് ആയിട്ടാണ് കൂടുതലും വരിക. ചോദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് വരിക. അങ്ങനെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഒക്കെ വരാം. നിമിയിൽ നിന്ന് തന്നെ വരുള്ളൂ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട, എല്ലാം വരും. അപ്പൊ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന ആദ്യം ബേസിക് ആയിട്ടൊന്ന് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് നിമി ബുക്കിനേക്കാളൊക്കെ നല്ലത് മറ്റു ബുക്കുകൾ തന്നെയാണ്, സ്റ്റാൻഡേർഡ് ബുക്കുകളൊക്കെ തന്നെയാണ്. എന്നാലൊരു കഥ പോലെ നമുക്ക് നീറ്റായിട്ട് ഓരോന്നും മനസ്സിലാക്കി പഠിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ കോഴ്സ് ആ രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ നിമിയിൽ പറയുന്ന എല്ലാ പോയിന്റുകളും ഒന്നും വിട്ട് കളയാതെ നിങ്ങളുടെ മുന്നിലേക്ക് ഇതിലൂടെ ഇട്ടുതരാനും ഞാൻ പരിശ്രമിക്കും. ഞാൻ തന്നെ നേരിട്ട് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിമി അരിച്ചു പെറുക്കി അതിലുള്ള വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പോയിന്റുകളും ഒക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്.
എന്നാൽ നിമിയെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കുമ്പോൾ അത് നമുക്ക് പഠിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അത് പോരാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അല്പം വിശദമായിട്ട് തന്നെ പഠിക്കും. എന്നാൽ നിമിയിലെ ഒരു പോയിന്റും ഒഴിവാക്കാതെ ഇതിനകത്ത് ചേർത്തുകൊണ്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് അവലംബിക്കുന്നത്. ഓക്കെ, കോഴ്സ് ആരംഭിക്കുന്നത് 2025 നവംബർ 1 മുതലാണ്. അപ്പൊ എല്ലാവരും സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ടാവണം, ഡിലേ വരരുത്. ഇനി കുറച്ച് ദിവസമൊക്കെ ഡിലേ വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആദ്യത്തെ ദിവസങ്ങൾ തൊട്ട് വീണ്ടും അത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളൊരു ബാച്ച്, ആദ്യത്തെ ഒരു ബാച്ചാണ് ആരംഭിക്കുന്നത്. നവംബർ 1 ആരംഭിച്ച് 6 മാസം കൊണ്ട് ആ ബാച്ച് തീരും. അഥവാ നമ്മുടെ ആ മെമ്പർഷിപ്പ് പ്രോഗ്രാം അവിടെ ഉണ്ടാവും, പക്ഷെ അതിനകത്തുള്ള കോച്ചിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് അവിടെ വെച്ച് അവസാനിക്കും. അവിടെ വെച്ച് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഈ കോച്ചിങ് പ്രോഗ്രാമിലൂടെ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ വീഡിയോസും, എല്ലാ ലെക്ചർ നോട്ടും, എല്ലാ ക്വിസും അതിനകത്ത് ഇട്ടിട്ടുണ്ടാവും, കോഴ്സിനകത്ത് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ കോച്ചിങ് പ്രോഗ്രാം 6 മാസം കൊണ്ട് കഴിയും. അതിനുശേഷം കുറെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും അത് ആവശ്യമുണ്ട്, തുടർന്ന് പഠിക്കാൻ ആവശ്യമുണ്ട്, ഇനി ഏതെങ്കിലും എക്സാമുകൾ അതിനുശേഷം വരുന്ന എക്സാമുകളുണ്ട്, അതിന് തയ്യാറാവേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോച്ചിങ് പ്രോഗ്രാമിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ള അതേ കണ്ടന്റ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ടാവും. ആ കോഴ്സും നിങ്ങൾക്ക് തുടരാവുന്നതാണ്. മന്ത്ലി ഫീ അടച്ചുകൊണ്ട് തന്നെ കേട്ടോ, എല്ലാം മന്ത്ലി ഫീ തന്നെയാണ്. എത്ര കാലമാണ് നിങ്ങൾക്ക് തുടർന്ന് പോകേണ്ടത് അത്രയും മന്ത്ലി ഫീ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് തുടർന്ന് പോകാവുന്നതാണ്. അപ്പോ ബേസിക്കലി നമ്മളൊരു 6 മാസം എന്നാണ് നമ്മൾ കാണുന്നത്, കോച്ചിങ് പ്രോഗ്രാം കാണുന്നത്. ചിലപ്പോൾ നമ്മുടെ എക്സാമുകൾ 6 മാസത്തിനുള്ളിൽ വന്നേക്കാം, 6 മാസം കൊണ്ട് വന്നേക്കാം, ചിലപ്പോൾ അതിനേക്കാൾ വൈകി വന്നേക്കാം, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞേക്കാം. അതൊന്നും എനിക്കറിയില്ല, പറയാൻ കഴിയില്ല. 6 മാസം കൊണ്ട് നമ്മളിത് പഠിച്ച് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യണമെങ്കിൽ അതിന്റെ ആ കോഴ്സ് നിങ്ങൾ മാസം ഒരു നിശ്ചിത പൈസ കൊടുത്തുകൊണ്ട് അത് റിന്യൂ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്ത് പോയാൽ മതിയാകും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രതിമാസം 1000 രൂപയാണ്. ചെറിയൊരു ഫീ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളൂ. ഈ 1000 രൂപ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് GST ആണ്. GST വേറെ അടയ്ക്കേണ്ടതൊന്നുമില്ല. ഇതിനകത്ത് GST വരും, 18% GST വരും. അത് ഉൾപ്പെടെയാണ് നമ്മൾ 1000 രൂപ നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യം ചെലവുകളുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ തയ്യാറാക്കുന്ന ആ കമ്പനിക്ക് നമുക്ക് പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്, GST നമുക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ്, ഓഫീസ്, അങ്ങനെയുള്ള പ്രവർത്തന ചെലവുകളൊക്കെ വരുമ്പോൾ 1000 രൂപ പ്രതിമാസം എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എക്കണോമിക്കലാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് 1000 രൂപ പ്രതിമാസം. അപ്പൊ നിങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. 6 മാസം കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ 6000 രൂപയാണ് നമുക്ക് ആകെ ചെലവ് വരിക. പിന്നെ തുടർന്ന് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എത്ര മാസമാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന അത്രയും 1000 രൂപ വെച്ച് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ തുറന്നു പറയുകയാണ്, ഇതിൽ വേറെ പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. അപ്പോൾ പ്രതിമാസം എന്നുള്ള രീതിയിൽ ഒന്നിച്ച് വാങ്ങിക്കുന്നില്ല, പ്രതിമാസം തന്നെ പൈസ അടച്ചാൽ മതി. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കാമല്ലോ, വെറുതെ പൈസ കളയണ്ടല്ലോ, എന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകണം, നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഓരോ ദിവസവും പഠിക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായി പഠിച്ച് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്ത് റിവിഷൻ ചെയ്ത് തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അതിലൊന്നും യാതൊരു മാറ്റവും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോയിൽ ചെറിയ ഒരു ലൈറ്റിങ്ങിന്റെ ഒരു പ്രശ്നം വന്നിരുന്നു. അപ്പൊ അത് കറക്റ്റ് ചെയ്യാനും കൂടെ ഞാൻ ഇതിനകത്ത് ശ്രമിച്ചിരുന്നു പറയുന്നതിനിടയിൽ. ഓക്കെ, അപ്പോ നല്ല ഒരു പഠനം നിങ്ങൾക്ക് നേരുകയാണ്. ഇതിൽ പൂർണ്ണമായും എൻ്റെ ഉത്തരവാദിത്വത്തിൽ തന്നെയാണ് ചെയ്യുക. നിങ്ങളുടെ പ്രയാണം എങ്ങനെയാണെന്ന് ഞാൻ നോക്കും. അതിനനുസരിച്ച് ഇതിന്റെ രീതികളിലൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഒക്കെ പരിപൂർണ അധികാരം എനിക്കുണ്ടായിരിക്കും. എന്റേതായിട്ടുള്ള ഇഷ്ടപ്രകാരമായിരിക്കും ഞാനിത് കണ്ടിന്യൂ ചെയ്തു. ആദ്യത്തെ പോലെ ആയിരിക്കുന്നില്ല കുറച്ച് കഴിയുമ്പോൾ. നിങ്ങൾ എങ്ങനെയാണ് ഇതിനോടുള്ള പ്രതികരണം എന്നുള്ളതിന് നോക്കി അതിനനുസരിച്ച് ചിലപ്പോൾ രീതികളിലും ഒക്കെ ഞാൻ മാറ്റങ്ങൾ വരുത്തും. എനിക്ക് ആവശ്യം റിസൾട്ടാണ്, 100% റിസൾട്ട് ഉണ്ടാകണം, എല്ലാവർക്കും പഠിക്കാൻ കഴിയണം എന്നുള്ള അർത്ഥത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ അത് എങ്ങനെയായിരിക്കും, അതിന്റെ ഒരു ഏകദേശ രൂപം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിക്കുകയാണ്. ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ അതിലേക്കൊന്ന് പോകാൻ ഞാനിതൊന്ന് എടുക്കട്ടെ. നിങ്ങളുടെ മൊബൈലിൽ അതെങ്ങനെയാണ് കാണുക എന്ന് എനിക്ക് കാണിച്ചു തരാൻ ഇപ്പോൾ കഴിയില്ല. ഞാൻ വെബാണ് എടുത്തിരിക്കുന്നത്.
വെബിലൂടെ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് അതും കറക്റ്റ് നവംബർ 1 തൊട്ട് ഇത് ഓപ്പൺ ആക്കാൻ കഴിയുള്ളൂ. അതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്നാലും ഏകദേശം എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതി എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കോച്ചിങ് പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ആ കോച്ചിങ് പ്രോഗ്രാമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ കോച്ചിങ് പ്രോഗ്രാമിന്റെ പേജാണ്. ഇതിന് മുകളിൽ നോക്കുമ്പോൾ കാണാം സർവേയർ കോച്ചിങ് പ്രോഗ്രാം. അത് നമ്മുടെ സർവേയർ മെമ്പർഷിപ്പ് പ്രോഗ്രാമിലെ അതാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതിനകത്തെ ഒരു ഐറ്റമാണ് സർവേയർ കോച്ചിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എൻ്റെ അക്കൗണ്ട് ആകെ ഒരു മെമ്പറേ ഉള്ളൂ, അത് ഞാനാണ്. ഞാൻ തൽക്കാലം എന്നെ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ബാച്ച് 1 വീക്ക് 1 സാറ്റർഡേ നവംബർ 1 സാറ്റർഡേ ആണ് ആദ്യത്തെ ദിവസം. സൺഡേ നവംബർ 2, അതുപോലെ വീക്ക് 2 എല്ലാ ദിവസവും, അതുപോലെ വീക്ക് 3, അങ്ങനെ 27 ആഴ്ചകളിലൂടെയാണ് 6 മാസം കൊണ്ടാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് വീക്ക് 1 സെലക്ട് ആയി കിടക്കുന്നത് നവംബർ 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം ഹായ് സന്തോഷ് വിൻസെന്റർ എന്നുള്ളത് എന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള അക്കൗണ്ടിന്റെ പേരാണ്, നിങ്ങളുടെ പേരാണ് നിങ്ങൾക്ക് കാണുക. ബാച്ച് നോട്ട് സ്റ്റാർട്ട് ആയിട്ടില്ല, നവംബർ 1 സ്റ്റാർട്ട് ആവുള്ളൂ. പ്രോഗ്രാം നോട്ട് സ്റ്റാർട്ട് ആയിട്ടില്ല. ഇന്ന് 30/10/2025 ആണ് ഇന്നത്തെ ഡേറ്റ്. അപ്പോ ഈ നവംബർ 1 നമ്മൾ എന്താണ് പഠിക്കേണ്ടത് അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് കാണാം ഇൻട്രോഡക്ഷൻ ടു സർവേയിങ് പാർട്ട് 1. ഏകദേശം 36 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഇൻട്രോഡക്ഷൻ വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. ആ വീഡിയോ ഒരു സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് അതിലെ സൗണ്ടും കൂടെ ഒന്ന് കിട്ടാൻ പാകത്തിൽ ഞാനതൊന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. ഓക്കെ, അതും കൂടെ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് അറിയില്ല, ഞാനൊന്ന് ഓൺ ആക്കുന്നുണ്ട്. ഇത് പ്ലേ ചെയ്യിക്കാൻ പറ്റില്ല. കണ്ടോ, പ്ലേ ചെയ്യിക്കുമ്പോൾ പറയുന്നത് എന്താ, പ്ലീസ് പ്രോഗ്രാം ഹാസ് നോട്ട് സ്റ്റാർട്ട് യെറ്റ്, പ്ലീസ് ചെക്ക് ബാക്ക്ലൈറ്റ്. ഒരു ദിവസവും 12 മണിക്കൂറും 38 മിനിറ്റും 32 സെക്കൻഡും കഴിഞ്ഞിട്ടേ ഇത് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നവംബർ 1 ആദ്യ സെക്കൻഡിൽ അഥവാ രാത്രി അല്ലെ, ഒക്ടോബർ 31 അർദ്ധരാത്രി മുതൽ അഥവാ നവംബർ 1 ആദ്യം മുതൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഇതിവിടെ പ്ലേ ചെയ്യിച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സ്ക്രീൻ വലുതാക്കാം കേട്ടോ, ഇവിടെ ഫുൾ സൈസ് ആക്കാം, സ്ക്രീനിൽ സ്പീഡ് കൂട്ടാം, സ്പീഡ് കുറയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാം. അപ്പൊ ഏകദേശം ഒരു 36 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ആദ്യം നിങ്ങൾ കാണേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ഓഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തെല്ലാം പോയിന്റുകളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എന്റെ തന്നെ ശബ്ദത്തിൽ ഞാൻ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 11 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഓഡിയോ ആണ്. അതിട്ടിരിക്കുന്നത് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഓഡിയോ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, യാത്ര ചെയ്യുന്ന സമയത്ത് ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുക, വീട്ടിലെ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഓഡിയോ വെച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതിനകത്ത് കണ്ടന്റ് കയറും. വീഡിയോ കണ്ടുള്ള തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാകുകയും ചെയ്യും. ഒഴിവുള്ള ഒരു സമയത്ത് നിങ്ങൾ വീഡിയോ കാണുക, ബാക്കിയുള്ള തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ ഓഡിയോ ജസ്റ്റ് ഒന്ന് ആവർത്തിച്ച് കേട്ടു നോക്കുക. വളരെ ഭംഗിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. അതിനേക്കാൾ ഉപരി ഈ ഓഡിയോ ഇട്ടിരിക്കുന്നത് മറ്റൊരു കാര്യത്തിനും കൂടിയാണ്. നിങ്ങൾ ഓരോ ദിവസവും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് റെക്കോർഡ് ചെയ്യുക. ഒരു ഓഡിയോ നിങ്ങൾ സ്വയം കണ്ണടച്ചിരുന്ന് പറയാം, ഈ ചാപ്റ്ററിൽ ഇന്നതൊക്കെയാണ്. അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് കേട്ടു നോക്കുക. നിങ്ങളുടെ പഠനം ഗംഭീരമാകും, യാതൊരു സംശയവും വേണ്ട. കാരണം നമ്മൾ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതാത് ദിവസം രാത്രിയാകുമ്പോൾ ഒന്ന് റിവിഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ അതിന്റെ ഒരു മോഡലായിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനോട് നിങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഓഡിയോ വേണോ വേണ്ടയോ എന്ന് ഞാൻ വെക്കുക. എനിക്ക് താല്പര്യമുണ്ട്, എല്ലാ ദിവസവും ഒരു ഓഡിയോ ഇതുപോലെ ചെയ്തു തരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ പരമാവധി ശ്രമിക്കും. എന്നാൽ ചില ടോപ്പിക്കുകൾ ചിലപ്പോൾ പറ്റുമായിരിക്കില്ല, പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്നതോ അങ്ങനെയുള്ള വീഡിയോ കണ്ടാൽ മാത്രമേ ധാരണ വരുള്ളൂ എന്ന് പറയുന്ന ചില ടോപ്പിക്കുകൾ നമ്മൾ ഒഴിവാക്കും. ബാക്കിയൊരു ഇതൊക്കെ ഞാനിങ്ങനെ ഇടണമെന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ നിങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നറിയട്ടെ. അതിനനുസരിച്ച് ഈ ഓഡിയോ ഉണ്ടാവും. അത് കഴിഞ്ഞ് നോട്ട് ഉണ്ടാവും. നോട്ടൊക്കെ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ കാണാം കേട്ടോ, വലുതായിട്ട് കാണാൻ പറ്റും. മൊബൈലിലൊക്കെ ആണെങ്കിൽ നിറഞ്ഞു നിൽക്കും സ്ക്രീനിൽ, വളരെ ഈസി ആയിട്ട് ലെജിബിൾ ആയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ മുഴുവൻ ഇതിനകത്ത് അതിന്റെ എസൻസ്, അതിന്റെ സത്ത് എന്നൊക്കെ പറയില്ലേ, അതാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചത്. നിങ്ങൾ ഒരു ദിവസം ഇത്രേ പഠിക്കാനുള്ളൂ, അതുപോലെ നിങ്ങളെ കൊണ്ടുപോകാം. തുടക്കത്തിലൊക്കെ വളരെ ചെറിയ തോതിൽ നിങ്ങളെ ആ ഒരു ശീലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അങ്ങനെ പതുക്കെ ഞാൻ സ്പീഡ് കൂട്ടുകയും ചെയ്യും. പതുക്കെ കണ്ടന്റ് അങ്ങനെ കൂട്ടും. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലേ ചെയ്യുള്ളൂ. അങ്ങനെ ചെറിയ ടോപ്പിക്കുകളിലൂടെ
പഠിച്ചു പോവുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്വിസ് ലെസൺ ഉണ്ട്. ഇതെന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിരിക്കും. ക്വിസ് ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിച്ച ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ക്വിസ് എടുക്കുമ്പോൾ ആദ്യം 5 ക്വസ്റ്റിനേ വരുള്ളൂ. ഞാൻ അങ്ങനെ ചെറുതാക്കിയതാ. 5 ക്വസ്റ്റിന്റെ ക്വിസാണ്, മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 5 ചോദ്യങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ചോദ്യം ചെയ്യുന്നു, അതിന്റെ ആൻസർ അറിയുന്നു, അടുത്ത ചോദ്യം അതിന്റെ ആൻസർ അറിയുന്നു, നമ്മുടെ സ്കോർ എത്രയാണെന്നുള്ളത് അറിയുന്നു. 5ൽ 4 കിട്ടിയാൽ പാസ്സാണ്. അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ലക്ഷ്യം 5ൽ 5 ആണ്. അത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ റീടേക്ക് ഉണ്ട്. റീടേക്ക് എടുക്കാം. അപ്പൊ വീണ്ടും 5 ക്വസ്റ്റ്യൻ വരും അതിലത്തെ തന്നെ. അതേ 5 ക്വസ്റ്റ്യൻ ആവില്ല, വേറെ 5 ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും റീടേക്ക് എടുക്കുക, വീണ്ടും 5 ക്വസ്റ്റ്യൻ വരും അതിലത്തെ തന്നെ, ഈ ചാപ്റ്ററിലെ തന്നെ. അത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ 5ഉം റെഡി ആയിക്കൊണ്ടേയിരിക്കണം എപ്പോഴും. അങ്ങനെ ഒരു 5, 6, 7, 8, 10 തവണ ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അത് 5 ചോദ്യമല്ലേ ഉള്ളൂ, ആകെ 2 മിനിറ്റ് മതിയാവും. അപ്പൊ നിങ്ങൾ എപ്പോഴൊക്കെ ഒരു 2 മിനിറ്റ് ഫ്രീ കിട്ടുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ ഇത് ചെയ്താൽ മതി. നിങ്ങൾ ഈ ഭാഗം പഠിച്ചിട്ടുണ്ടാവും, യാതൊരു സംശയവും വേണ്ട. ഞാൻ ഹാൻഡ് പിക്കഡ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അല്ലാതെ അവിടെ നിന്ന് ഇവിടുന്ന് കോപ്പി ചെയ്തിടുന്ന ക്വസ്റ്റ്യൻസ് അല്ല. ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇടുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നും വിട്ടുപോകാതെ. അത് നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ആ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടാവുക. PSC എക്സാമിന് വരുന്നത് പോലെയുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കില്ല, MCQ മാത്രമായിരിക്കില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ആശയങ്ങൾ പതിപ്പിക്കാൻ വേണ്ടി ട്രൂ ഓർ ഫാൾസ് ഇട്ടിട്ടുണ്ടാവും, മാച്ച് ദ ഫോളോയിങ് ഇട്ടിട്ടുണ്ടാവും, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇടുന്നുണ്ടാവും, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്യേണ്ടി വരും. അത്തരം ചോദ്യങ്ങൾ വരെ ഇട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇന്നത്തെ ദിവസം ഈ ടോപ്പിക്കിൽ നിങ്ങൾ മാസ്റ്റർ ആയി കഴിഞ്ഞു, അടിപൊളിയായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത്രേ ചെയ്യാനുള്ളൂ ഒരു ദിവസം. അത് ഈ നവംബർ 1-ന്. അത് കഴിഞ്ഞ് നവംബർ 2. അത് നവംബർ 2-നെ ഓപ്പൺ ആവുള്ളൂ. മുന്നിലോട്ട് നമുക്ക് പോകാൻ കഴിയില്ല, അതാത് ദിവസം മാത്രമേ പോകാൻ കഴിയുള്ളൂ. എന്നാൽ നവംബർ 1 വീണ്ടും നിങ്ങൾക്ക് എടുക്കാം. ഇതൊക്കെ വീണ്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ കോച്ചിങ് പ്രോഗ്രാം. ഈ കോച്ചിങ് പ്രോഗ്രാം 6 മാസം കൊണ്ട് തീരും. നവംബർ 1 മുതൽ കറക്റ്റ് 6 മാസം കഴിയുന്ന അന്ന് ഇത് തീരും. അത് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ കണ്ടന്റും ഒരു കോഴ്സാക്കി നിങ്ങൾക്ക് കിട്ടുന്നത്. താല്പര്യമുള്ളവർക്ക് അത് റിന്യൂ ചെയ്ത് പോകാം. അതിനായാലും ഇതിനായാലും ഒക്കെ പ്രതിമാസം 1000 രൂപയാണ് ചെലവ്. നമുക്ക് അത്രയും ചെലവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയില്ല. അതിൽ വേറെ ഡിസ്കൗണ്ടോ അതും ഇതൊന്നും ചോദിച്ച് ആരും വരികയും ചെയ്യരുത്. അത്രയും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ദിവസം ഒരു 4 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടെ അവസാനിക്കുന്നില്ല. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവും, സർവേയർ സ്റ്റഡി ഗ്രൂപ്പ്. ഞാനത് ഫോം ചെയ്തിട്ടുണ്ട്. സർവേയർ സ്റ്റഡി ഗ്രൂപ്പിൽ അതിലെല്ലാം നിങ്ങൾ അംഗങ്ങളായിരിക്കും. അപ്പൊ അതിനകത്ത് ഞാൻ ഡെയിലി ഓരോ വീഡിയോസ് ഇടും. ഇന്ന് പഠിക്കാനുള്ളത് ഇതാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇടും. നിങ്ങൾക്കും കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് സംശയങ്ങൾ അതിൽ ചോദിക്കാം. എന്ത് സംശയങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ അതിനകത്ത് ഇടാം. അത് ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് നോട്ടായിട്ടോ വീഡിയോ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് ഇടാം. അതിനൊക്കെ റിപ്ലൈ ഉണ്ടാവും. നമ്മളെല്ലാവരും ഒന്നിച്ച് ആ ഗ്രൂപ്പ് വളരെയധികം സജീവമാക്കും. മാത്രമല്ല എൻ്റെ ഒരു പ്ലാനിലുള്ളത്, നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ, നിങ്ങളെല്ലാവരും വരികയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ ലൈവായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടാവും ആ ഗ്രൂപ്പിലൂടെ തന്നെ. ആ ഗ്രൂപ്പിൽ തന്നെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ വൈകിട്ട് 8:30 ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ സമയമൊക്കെ അങ്ങോട്ടൊക്കെ മാറിയെന്ന് വരാം. മിക്കത് രാത്രിയിൽ തന്നെയായിരിക്കും. എല്ലാവർക്കും പറ്റുന്ന സമയത്ത് 8:30 നമ്മൾ ജസ്റ്റ് ഒന്നിച്ചു കൂടുന്നു, ഒന്നിച്ചില്ലാവാൻ വേണ്ടി ഒന്നിച്ചു കൂടുന്നു. അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ, ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നിയോ, അതൊക്കെ നമ്മൾ സംസാരിക്കും. 5 മിനിറ്റ് മതി. സമയം കൂടുതൽ വേണമെങ്കിൽ കൂടാൻ, അതൊന്നും നമുക്ക് വിഷയമല്ല. അങ്ങനെ ഒന്നിരിക്കുന്നു. ഓക്കെ. എല്ലാ സൺഡേയും ആഴ്ചയിലെ ആ 6 ദിവസം പഠിച്ച കാര്യങ്ങളുടെ റിവിഷനാണ്. അന്ന് നമ്മളൊരു ലൈവ് റിവിഷൻ എക്സാം നമ്മൾ വെക്കും, കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈവ് റിവിഷൻ എക്സാം നമ്മൾ അന്ന് കണ്ടക്ട് ചെയ്യും. ആരാണ് അതിൽ ടോപ്പ് വരുന്നത്, അതിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യാം. അങ്ങനെ ഭംഗിയായി പഠിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ട ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. 9072345630 എന്ന നമ്പറിലേക്ക്, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. എല്ലാ ഹെൽപ്പും ഞങ്ങൾ ചെയ്തു തരും. അപ്പൊ നവംബർ 1 മുതൽ തന്നെ നമ്മളിത് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനി വൈകിക്കേണ്ട, ജോയിൻ ചെയ്തേക്കുക. നല്ല കാര്യങ്ങളല്ലേ, നല്ല കാര്യങ്ങൾ ഡിലേ ആക്കണ്ട. ഓക്കെ. ഇപ്പൊ നമ്മൾ ഇന്ന് ഒരു കോച്ചിങ് പ്രോഗ്രാം കഴിഞ്ഞ ദിവസമാണ്, KWA കോച്ചിങ് പ്രോഗ്രാം. അടിപൊളിയായി കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ട്. കുറെ പേര് എന്നെ വിളിച്ചിരുന്നു.
അവർക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എക്സാം വരാനൊന്നും കാത്തിരിക്കേണ്ട. എക്സാം എന്നാ എപ്പോഴാണ് വരിക അതൊന്നും എനിക്കറിയില്ല. ഞാൻ അതുമായിട്ടുള്ള ഇതൊന്നും ഞാൻ ഏറ്റെടുക്കുന്നില്ല കേട്ടോ. ഇനി വന്നില്ല എന്ന് വരിക എനിക്കതൊന്നും ഞാൻ അത് നോക്കുന്നില്ല. IT സർവേയർ കഴിഞ്ഞവർക്ക് ഇനി ഏതെങ്കിലും എക്സാമുകൾ വരികയാണെങ്കിൽ പഠിച്ച് റെഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ സിലബസ് സെലക്ട് ചെയ്തിരിക്കുന്നത് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് കഴിഞ്ഞ തവണ വന്നിട്ടുള്ള സിലബസ് ആണ്. ഇനി പ്രധാനപ്പെട്ട എക്സാമുകൾ വരുമ്പോൾ അതിൽ സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇതിനകത്ത് അത് ഏതെങ്കിലും രീതിയിൽ ഉൾക്കൊള്ളിക്കാനും നമുക്ക് പറ്റും. അതിനൊന്നും യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഭംഗിയായി പഠിക്കുകയാണ്. ഈ നവംബർ 1 മുതൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സർവേയർ ഉദ്യോഗാർത്ഥികളെയും ഈ മെമ്പർഷിപ്പ് പ്രോഗ്രാമിലേക്ക്, സർവേയർ മെമ്പർഷിപ്പ് പ്രോഗ്രാമിലേക്ക് എന്നോടൊപ്പം ഏറ്റവും നീറ്റായിട്ട് പഠിക്കാനായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വിജയം നമ്മളോടൊപ്പം തന്നെയായിരിക്കും, യാതൊരു സംശയവും വേണ്ട. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.